ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അമ്മാമ്മേൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അമ്മാമ്മ രാവിലെ തന്നെ കടയിൽ പോയിട്ടോ. ഞാനും അമ്മയും കൂടി ബാങ്കിലേക്ക് പോവാണ്. നമുക്ക് ആ വഴി കേക്ക് വാങ്ങിക്കണം, അതുപോലെ തന്നെ ഗിഫ്റ്റും വാങ്ങിക്കണം കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ താഴെ ബെൽ ബട്ടണും കൂടി നമുക്ക് അമർത്തുക. ഫ്രണ്ട്സ്, നമുക്കിനി എന്തായാലും നേരെ ബാങ്കിലേക്ക് പോകാം കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും ബാങ്കിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും ബാങ്കിൽ പോയിട്ട് വരാം. ഗൈസ്, നമ്മൾ എന്തായാലും ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. എൻ്റെ കയ്യിലെ മൈലാഞ്ചിയൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഇവിടുത്തെ താഴത്തെ വന്നിട്ടുണ്ട്, ഇവിടുത്തെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പോയി. ഇവിടുത്തെ ഫുള്ളും പോയി. എന്ത് ചെയ്യാനാണ്, പെട്ടെന്ന് മൈലാഞ്ചിയൊക്കെ പോകുന്നത്. നമ്മളിപ്പോൾ നേരെ എന്തായാലും എവിടെയാകുമ്പോൾ പോണേ, പൂജയിലാണ്. ആ പെട്രോൾ പമ്പിൽ നമ്മൾ നേരെ പൂജയിലോട്ട് പോകും. പൂജയിൽ നിന്ന് പോയി നമ്മൾ നേരെ കേക്ക്സിലോട്ട് കയറും കേട്ടോ. ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളിച്ചിൻ്റെ അവിടെ കയറും ചമ്മയ്ക്ക് എടുക്കാൻ. എന്നെ കളിയാക്കിയതാണ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ. ഞാനൊരു സ്റ്റൈലിലൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചതായി. സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ കുളിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം. ആഹാ, ഇവിടുത്തെ നമ്മുടെ കൊല്ലത്തെ ചൂടിന് ചില സമയത്തൊക്കെ ഭയങ്കര മഴയായിരിക്കും. നമ്മുടെ കൊല്ലത്തെ ചൂടിനില്ലേ, രാവിലെ തൊട്ട് രാത്രി വരെ പാലക്കാട് പോകണം ചൂടറിയണമെങ്കിൽ. കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ പാലക്കാട് പോയിണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്തോരു ചൂടായിരുന്നു. ചൂട് അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൊല്ലത്തെ ചൂടൊന്നും ഒന്നുമല്ല. കൊല്ലത്തെ ചൂടേ ഇല്ല അത് വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ കൊല്ലത്തെ ചില സമയത്തെ ചൂടിനൊക്കെ നമ്മളെ കൊല്ലംകാരായതുകൊണ്ട് കൊല്ലത്തെ ചൂട് നമ്മൾ അധികം പാലക്കാടൊന്നും പോകണില്ലല്ലോ. കൊല്ലത്തെ പെട്രോള് നമ്മളെ കൊല്ലത്തെ ചൂടിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പൂളുണ്ടാക്കിയിട്ട് അതിൽ കയറി കിടക്കണം. പെട്രോൾ പമ്പിൽ വന്നതിൻ്റെ ഒരു ഇതാണ് ഇതിനെപ്പറ്റി കേട്ടത്. ഇന്നെന്തായാലും അയ്യോ അവരെ നമ്മൾ സർപ്രൈസ് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് റിവീൽ ഒരു സർപ്രൈസ് അതിപ്പോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സമയം കിട്ടിയില്ല, അപ്പൊ ഒന്നും പോസ്റ്റ് ചെയ്യാനും സമയം കിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വർക്കിൽ ജോയിൻ ചെയ്തു. ഏഷ്യാനെറ്റില് പവിത്രത്തിലാണ് ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. അതാണ് ഈ സർപ്രൈസ്. നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും കണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. പെട്രോൾ പമ്പിൽ കയറിയ ശബ്ദമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഗൈസ്, ഞാൻ അമ്മയ്ക്ക് വിഷുവിന് ഉണ്ടാക്കി കൊടുത്ത ഗിഫ്റ്റ് കണ്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ അറിയോ, ഹാപ്പി വിഷു മൈ ഡിയർ അമ്മ, ദിസ് ഈസ് ഫോർ യു. വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ. ചില്ലറ 2 രൂപേൻ്റെ ഒരു ചില്ലറയാണ്. ഇതൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു 2 രൂപ 2 ലക്ഷത്തിന് തുല്യമാണ്. ഇത് ഫുള്ള് ഞാൻ വാഷി ടേപ്പ് വെച്ച് അങ്ങ് തകർത്തൊട്ടിച്ചു കേട്ടോ. ഈ ഒരു വാഷി ടേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് തീർന്നു. കാരണം ബാക്കിൽ നോക്ക് ഇത്രയും ഞാൻ ഒട്ടിച്ചു. സൂപ്പർ കണ്ടോ. ഇതാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വിഷു ഗിഫ്റ്റ് കൊടുത്തത്. പെട്ടെന്ന് നമ്മുടെ തലയിൽ വരുന്ന കൊച്ചു ഐഡിയ അല്ലേ ചെയ്യാൻ പറ്റും. ഇവിടെ ഭയങ്കര ബ്ലോക്കാവും. ഒന്നാമത് വെക്കേഷൻ, അതുകൊണ്ട് ശനി ഞായറൊന്നുമില്ല, എപ്പോഴും പുറത്തായിരിക്കും. ഈ സൈഡൊക്കെ ആയിരുന്നെങ്കിൽ
തോന്നുന്നു വണ്ടി സ്ലോ വരത്തില്ല. നമ്മളിവിടെ പെട്രോൾ പമ്പിൽ കയറി ഇനി നമ്മൾ നേരി പോകുന്നത് പൂജ ഹൈപ്പർ ഷോപ്പിലേക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം പൂജയെന്ന്. കുറേ നാളായി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തുണിക്കടയിൽ പോകുമ്പോൾ ഇത് വാങ്ങിക്കണം, എനിക്ക് അങ്ങനെ ഇതില്ല. എനിക്ക് തുണിക്കടയിൽ പോകുമ്പോൾ അങ്ങനെ എടുക്കണമെന്നില്ല. എനിക്ക് ഒന്നും വാങ്ങണ്ടല്ലോ. അങ്ങനെ എൻ്റെ അപ്പൂസിന്, എൻ്റെ അപ്പു മാളികപ്പുറമല്ല, അപ്പം അപ്പൂനുള്ള മലയ്ക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സ് തയ്ക്കണം. അതുകൊണ്ട് രാവിലെ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന അമ്മ പറയുന്നില്ല. സർപ്രൈസ് ഞാൻ അയ്യോ എൻ്റെ ഞാൻ മാളികപ്പുറമാണ്. ഞാൻ മാളികപ്പുറമാണ്. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാവണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മാമ്മ ആണോ? കന്നിമലയല്ല ഞാൻ കന്നിമലയാണ് ഗൈസ്. അത് നമ്മൾ കന്നി സദ്യ അതൊരു ഫുൾ വ്ലോഗ് നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് തുടങ്ങും. പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതുവരെ ശബരിമലയിൽ പോയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ശബരിമലയിൽ പോയിട്ടുണ്ട്, ഞാൻ നമ്മളൊരു ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഗുരുവായൂർ പോയപ്പോഴേ അവിടുത്തെ തിരക്ക് കാരണമില്ല, എല്ലാരും ഇവിടുത്തെ തള്ളൊക്കെ ചെയ്യാ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ നാമം ചൊല്ലിക്കൊണ്ടെങ്കിരുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. എല്ലാരും ഇങ്ങനെ തള്ളുക. വലിയച്ഛനാണെങ്കിൽ തള്ളിന്റെ ഇടയ്ക്ക് എന്നെ എങ്ങനെയൊക്കെ എടുത്ത് കാണിച്ച്. ഞാൻ നാമം മാത്രം വെച്ചെങ്കിലും ഞാൻ തിരക്കിനടുത്ത് പ്രാർത്ഥിക്കാൻ മറന്നുപോയി. അയ്യോ, അതൊരു കോമഡി ആയിരുന്നു കേട്ടോ. ഈ സമയത്ത് എന്തായാലും ഇനി പൂജയിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കും. ഫ്രണ്ട്സ്, നമുക്കിനി എന്തായാലും പൂജ എത്തിയിട്ട് വേണം. നമ്മളെന്തായാലും ഇപ്പോൾ പൂജയിൽ എത്തിയിട്ടുണ്ട്, പൂജ ഹൈപ്പർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്ത് കയറാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും അപ്പം കാണാം. അപ്പോൾ നമ്മൾ പൂജയിലെത്തിയിട്ട് ഇതാണ് നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വാങ്ങിയ ഒരു ചുരിദാർ മെറ്റീരിയലാണ്. അമ്മയ്ക്ക് മെറ്റീരിയൽസ് സ്വന്തമായിട്ട് തയ്ച്ചിടാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ഇപ്പോൾ കേക്ക്സ് ആൻഡ് കേക്ക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വെജ് കട്ട്ലറ്റ് വാങ്ങിച്ചു. വിശക്കുന്നുള്ളതുകൊണ്ട് നമ്മളൊരു വെജ് ഫ്രൈഡ് റൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബബിൾ എടുത്തു ഗൈസ്. ബബിൾ ഇസ് മൈ ഫേവറേറ്റ്. പിന്നെ ഞാനും അമ്മയും ഒരു വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തു. വെജാണ് കേട്ടോ ഗൈസ് ബബിളി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ ഗൈസ്, ഫുഡ് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുഡ് തീർന്ന വീഡിയോ ഞാൻ എടുത്ത്. പ്ലീസ് ഞാൻ ഈ ബബിളി വെക്കാൻ പോവാണ്. ഓരോ സമയത്ത് ഓരോ പൊടിയാണ്. ഇവിടെ കുറെ കുറച്ച് കേക്ക് വരുമ്പോൾ അത് നമുക്ക് വേണം. അപ്പം ഫ്രണ്ട്സ്, നമ്മളെന്തായാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ 12:47 സമയം. ഞാനും അമ്മയും കൂടി ഇനി വേറൊരു കടയിൽ കയറണം. നമ്മളിപ്പം ഭക്ഷണം കഴിച്ചു. ഇനി നമുക്കെന്തായാലും നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇത്തിരി എനർജറ്റിക് ആവുമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ എനർജറ്റിക് ആയത്. ഗൈസ്, നമുക്കൊരു വലിയൊരു അബദ്ധം പറ്റി ഇല്ലേ അമ്മ? അത് വലിയൊരു അബദ്ധം പറ്റി. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ ഞങ്ങൾ മോഡലൊക്കെ അയച്ചു കൊടുത്തു. ഇന്ന് രാവിലെയാണ് ഈ അമ്മ എന്നോട് പറഞ്ഞത്
നമ്മൾ കേക്ക് ഓർഡർ ചെയ്തില്ലേ, അതിൽ അവർ മുട്ട ചേർത്ത് കാണുന്നു. മുട്ട ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വ്രതമാണല്ലോ. നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് അമ്മാമ്മയും വരുന്നുണ്ട്. അമ്മാമ്മ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അമ്മാമ്മയ്ക്ക് കഴിക്കാമല്ലോ. പക്ഷേ അമ്മാമ്മ വരുന്നുണ്ട്. അമ്മാമ്മയും ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് ശബരിമലയ്ക്ക്. അയ്യോ ഞാനെന്താവോ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അവരാണെങ്കിൽ നേരത്തെ കേക്കും ഉണ്ടാക്കി വെച്ചു. അവര് കേക്കും എടുത്തു വെച്ചു. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവര് കേക്ക് എടുത്തു വെച്ചു. അപ്പൊ ഇപ്പം നമ്മളെന്താ ചെയ്യാ, ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ അവര് വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് കേക്കാണെങ്കിൽ അവരുണ്ടാക്കി വെച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കേക്ക് വാങ്ങിക്കും, എന്നിട്ട് കട്ട് ചെയ്യും. പക്ഷെ കഴിക്കത്തില്ല കേട്ടോ. മാളോമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കും. പിന്നെ കേക്ക് കഴിക്കത്തില്ല. കേക്ക് നമ്മൾ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം കഴിക്കും. അതാണ് നമ്മുടെ സംഭവം. അപ്പം നമുക്കിനി എന്തായാലും നമ്മൾ കൗസ്തുകത്തിൽ കയറിട്ടുണ്ട്. കുറേ ചാമ്പയ്ക്കൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ടെന്ന് പിച്ച് വെച്ചതാണ്. ചാരിയൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൗസ്തുകത്തിൻ്റെ ആൻറ്റിയാണ്. അപ്പം നമുക്കിനി എന്തായാലും ചാമ്പയ്ക്കൊക്കെ പിച്ചിക്കൊണ്ട് വരാം. ചാരിയൻ്റെ പിച്ചിയില്ല ഗൈസ്, തിരക്കില്ല. ബൈ. അല്പസമയത്തിന് ശേഷം പിന്നീട് ശ്രമിക്കുക. ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കോമഡി പറയട്ടെ. നിങ്ങൾക്ക് പനിയൊക്കെ വരികയാണെങ്കിൽ ഗുളിക കഴിക്കുമ്പോൾ സൈഡൊക്കെ മുറിച്ചിട്ട് കഴിക്കണം, ഇല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് വരും. എങ്ങനെയുണ്ടെന്ന് ഗൈസ് എനിക്ക് മൂന്നാറാകുമ്പോ ഒരു റിസർച്ച് നടത്താറുണ്ട്. അവിടുത്തെ പശുവിനെ കറന്ന് ചായ ഇട്ടോന്നറിയാം. അല്ലമ്മ നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യുക ആൾക്കാരെ. ഗൈസ് അവിടുത്തെ പശുവൊക്കെ തേയിലച്ചെടിയല്ലേ തിന്നുന്നു, അപ്പൊ അതിനെ കറന്ന് ചായയല്ലേ കിട്ടുക. ഇങ്ങനെയുണ്ട് എന്റെ പൊതി. പൈസ നമുക്ക് എന്തായാലും അടുത്തോട്ട് ലൊക്കേഷനിൽ പോകാനുള്ളത് ലോഡ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് കാണുന്നുണ്ട്. നമുക്കിനി എന്തായാലും ക്യാമറയിലുണ്ട് കൈ വേറൊരു കളർ. അപ്പോൾ ഗൈസ് നമുക്കിനി എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം. കഴിക്കല്ലേ? മലയ്ക്ക് പോണ്ടേ, വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അവരുണ്ടാക്കി. മിമൂസ് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിലും മിമൂസിന് കഴിക്കാൻ പറ്റിയില്ല. കാരണം വ്രതം പിടിച്ചിരുന്നത് കൊണ്ട് കേക്ക് ഓർഡർ ചെയ്തപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി. എഗ്ലെസ് വേണം എന്നുള്ളത് പറയാനായിട്ട് വിട്ടുപോയി. അത് കഴിഞ്ഞ് മിമൂസ് അമ്മാമ്മയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. മിമൂസിന് കേക്ക് കട്ട് ചെയ്തതിനേക്കാളും എത്രയും പെട്ടെന്ന് അമ്മാമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു. അമ്മാമ്മ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഗിഫ്റ്റ് വാങ്ങിയെന്നൊന്നും അമ്മാമ്മ ഓർത്തിട്ടുണ്ടാവില്ല. എന്തായാലും അമ്മാമ്മ ഒരുപാട് ഹാപ്പിയായി. കാരണം ഒരുപാട് ഇഷ്ടമുള്ള കളറും കൂടിയാണ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ പൂജ ഹൈപ്പർ ഷോപ്പിൽ ഇവിടെ കൊല്ലം പള്ളുമുക്കിലുള്ള പൂജ ഹൈപ്പർ ഷോപ്പിൽ നിന്നാണ് ഈ മെറ്റീരിയൽ വാങ്ങിച്ചത്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇതൊരു നമ്മുടെ അമ്മാമ്മയുടെ ചെറിയൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ച് അമ്മാമ്മയ്ക്കൊരു ഡ്രസ്സും ഞാൻ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഞാൻ അമ്മാമ്മയ്ക്കൊരു ഡയറി മിൽക്ക്, അതോ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ നിമു സ്പെഷ്യൽ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. അതിൽ കുറേ സാധനങ്ങൾ എഴുതി കൊടുത്തു, ബൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാനും മണിക്കൂർ ചേച്ചിയും കൂടിയാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും ഞങ്ങളെന്തായാലും അമ്മാമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. അമ്മമ്മക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ആഘോഷമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു കേക്ക് മാത്രമേ വെച്ചുള്ളൂ. ഞങ്ങൾ കഴിച്ചില്ല, ഞാൻ ഒരു ഉരുളിയിൽ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മലയ്ക്ക് പോയിട്ട് വന്നിട്ട് കഴിക്കാം ഗൈസ്. അവരിലെ മുട്ട ചേർത്ത് എന്ന് പറഞ്ഞു, അപ്പോഴാണ് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി എന്തായാലും അമ്മയ്ക്ക് കാലുവേദനയായിരുന്നു കേട്ടോ, അതുകൊണ്ട്
ചെറിയൊരു ആകർഷണം. അമ്മാമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? ഇഷ്ടപ്പെട്ടോ? സന്തോഷമായില്ലേ? എന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഓ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യും, ഞാൻ പറയാം. അടുത്ത വീഡിയോ നമ്മുടെ ശബരിമലയിലെ വീഡിയോ ആയിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ആരും സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ ശബരിമലയിലെ വീഡിയോ കാണണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ ചെയ്യാൻ, കമൻറ്റ് പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഈസ് ബൈ.